തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് നടത്താൻ കേന്ദ്ര എക്സ്പ്ലോസീവ് മന്ത്രാലയത്തിന്റെ അനുമതി. പരമ്പരാഗത രീതിയിലുള്ള വെടിക്കെട്ടോടെ ഇനി പൂരം നടക്കും. ഉപാധികളോടെയാണ് വെടിക്കെട്ട് നടത്താനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ സ്ഥലം MLA കൂടിയാണ് അദ്ദേഹം. രാജേഷ് മേനോൻ പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി, പ്രൊഫസർ മാധവൻകുട്ടി തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ്, MS സമ്പൂർണ്ണ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുടങ്ങിയവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത്. ആദ്യം ശ്രീ വി എസ് സുനിൽകുമാർ, എന്തൊക്കെ ഉപാധികളാണുള്ളത്? പരമ്പരാഗതമായി നടക്കുന്ന വെടിക്കെട്ടിന്റെ എല്ലാ സാമഗ്രികളും, അതായത് ഇവിടെ ഞങ്ങൾ സാധാരണ നടത്തുന്ന കുഴിമിന്നൽ, അമിട്ട്, അതുപോലെ തന്നെ ഗുണ്ട്, ഇത് 3 ഐറ്റംസാണ് പ്രധാനമായിട്ടുള്ളത്. ആ ഐറ്റംസ് എല്ലാം പ്രയോഗിക്കാൻ ഈ വർഷം ഗവൺമെൻറ് ആദ്യമായിട്ട് അനുമതി കൊടുത്തിരിക്കുന്നത് തൃശ്ശൂർ പൂരത്തിനാണ്. അതൊരു വലിയ നേട്ടമാണ്. അവരതിൻ്റെ സൈസ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ട അനുസരിച്ച് 8 ഇഞ്ചിൻ്റെയും അതുപോലെ തന്നെ 10, 8, 6 അങ്ങനെ പല സ്പെസിഫിക്കേഷൻ കൊടുത്തിരുന്നു. ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്ന 6.8 ഇഞ്ചിൻ്റെ വ്യാസത്തിലുള്ള പിന്നെ കുഴിമിന്നലും അതുപോലെ അമിട്ട് തുടങ്ങിയവയ്ക്കാണ് അനുമതി കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഫൈനൽ ഓർഡർ കിട്ടിയതിനെ തുടർന്ന് ജില്ലാ കളക്ടറോട് ഇന്ന് തന്നെ അതിൻ്റെ ഇവർക്ക് ആവശ്യമായ ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് വൈകുന്നേരം തന്നെ അത് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന നടപടി പൂർത്തീകരിക്കും. 3-ാം തീയതി അതിഗംഭീരമായ സാമ്പിൾ നടക്കും. 5-ാം തീയതി പുലർച്ചെ വിശ്വപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് പൂർവാധികം ശക്തമായി, ഭംഗിയായി, മനോഹരമായി ഇവിടെ നടക്കും. ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് നിലയിലാണ് സർക്കാർ സജ്ജമാക്കിയിട്ടുള്ളത്? അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ തൃശ്ശൂർ പൂരം വെടിക്കെട്ട് നടക്കുമ്പോൾ ആ വെടിക്കെട്ട് ഇതുപോലെ പുറ്റിങ്ങൽ വെടിക്കെട്ട് നടന്നതിന് ശേഷമാണ് സാങ്ഷൻ കിട്ടിയത്. അന്ന് ഇതുപോലെ തന്നെ എല്ലാ പിന്നെ അനുമതിയും അതിന് കിട്ടിയിരുന്നു. പക്ഷേ അതിനുശേഷം തൃശ്ശൂർ പൂരം വെടിക്കെട്ട് നടന്നതിന് ശേഷം 4/10/2016 പൂരത്തിന് ശേഷം ഒരു കേന്ദ്ര പിന്നെ മന്ത്രാലയം ഇറക്കിയിരിക്കുന്ന ഒരു സർക്കുലറാണ് അന്ന് നടത്തിയതുപോലെ പൂരം നടത്താനുള്ള അനുമതി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ ആ സർക്കുലർ പ്രകാരമാണ് കുഴിമിന്നൽ, അമിട്ട്, അതുപോലെ തന്നെ ഇതൊക്കെ പൊട്ടിക്കാൻ പാടില്ല എന്ന വളരെ കൃത്യമായിട്ടുള്ള സർക്കുലറാണ് വന്നിരിക്കുന്നത്. അതുപോലെ പ്രകാരം കളക്ടർമാർക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. അതിനെ തുടർന്നാണ് സംസ്ഥാന ഗവൺമെന്റ് ക്യാബിനറ്റ് തീരുമാനപ്രകാരം ഇവിടെ ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചു കൂട്ടി തിരുവനന്തപുരത്ത് കേന്ദ്ര പിന്നെ ചീഫ് കൺട്രോളറുടെ നിർദ്ദേശപ്രകാരം 3 ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളെല്ലാവരും പങ്കെടുത്തിരുന്നു. ആ മീറ്റിംഗിൽ വെച്ച് അവർ ആവശ്യപ്പെട്ടത് സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ചാണ്. രണ്ടാമത്തെ കാര്യം പൊട്ടാസ്യം ക്ലോറൈഡ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ സുരക്ഷാ ക്രമീകരണത്തിൻ്റെ കാര്യത്തിൽ അന്ന് അവർ ആവശ്യപ്പെട്ടത് ഈ പൂരം നടക്കുന്ന പ്രദേശത്ത് ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ എത്തി ഫയർ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താൻ എന്താണ് മാർഗം. അന്ന് അവർ ആവശ്യപ്പെട്ടത് പ്രകാരം ഏറ്റവും ആധുനിക സൗകര്യം പിന്നെ ഇവിടെ എന്താണ് ഫയർ വൈബ്രന്റ് എന്ന് പറയുന്ന സംവിധാനം, ഹൈഡ്രൻ സംവിധാനം, അത് 1,10,00,000 രൂപ MLA എന്ന നിലയിൽ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ അത് ഇവിടെ പൂർണ്ണമായി നിർമ്മിച്ച് 4-ാം തീയതി അത് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. അത് 1,10,00,000 രൂപ ചിലവാക്കിയിട്ടാണ്. ആ സംവിധാനം ഉള്ളതുകൊണ്ട് എന്ത് അപകടം സംഭവിച്ചാലും 80 മീറ്ററോളം ഉയരത്തിലും അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ടും അതിനേക്കാൾ അധികം ദൂരത്തിലേക്ക് ഹൈ ഫോഴ്സിൽ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് ഏത് വെടിക്കെട്ട് അപകടം ഉണ്ടായാലും ഓൺ ദ സ്പോട്ടിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് വെക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന് മാത്രമല്ല, തൃശ്ശൂർ റൗണ്ടിലുള്ള ഏത് പിന്നെ തീപിടുത്തുണ്ടായാലും അതിന് ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ടീം, അതായത് ഭാരത് പെട്രോളിയത്തിൻ്റെ വിദഗ്ധന്മാരും അതുപോലെ അവിടെ നിന്ന് വന്നിട്ട് കോൺട്രാക്ടർമാരാണ് അതിൻ്റെ പ്രവർത്തനം. വാട്ടർ അതോറിറ്റിയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ അതിന് കാര്യങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ക്രമീകരണം വേണമോ അതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും വരുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതിന് പുറമെ ഇവിടെ ആവശ്യമായിട്ടുള്ള വെളിച്ചം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്നു. അത് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഗവൺമെൻറ് അവർ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഞങ്ങളിവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ലൈസൻസ് പ്രകാരം നാളെ അതിൻ്റെ ഡെപ്യൂട്ടി ചീഫ് കൺട്രോളർ വേണുഗോപാൽ, അതുപോലെ തന്നെ കുൽക്കർണി, അതുപോലെ തന്നെ യാദവ്, 3 പേരുടെയും നേതൃത്വത്തിലൊരു സംഘം ഇവിടെ വരാൻ പോവാണ്. ആ സംഘം അവർ പറയുന്ന അനുസരിച്ചുള്ള വെടിക്കെട്ട് സാമഗ്രി അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാതൃകാ രീതിയിൽ നടത്തുന്ന ഒരു പരിപാടിയാക്കി മാറ്റുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശരി, ഞാൻ മടങ്ങിയെത്താം. പറമേക്കാവാണ് പൂരം കൊടിയേറ്റം ചടങ്ങ് മാത്രമായി നിജപ്പെടുത്തിയത്. ക്ഷമിക്കണം, ഏത് നിലയിലാണ് ഇപ്പോൾ പുതിയ തീരുമാനങ്ങളോട് റിയാക്ട് ചെയ്യുന്നത്? ഞങ്ങൾ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. ഇത് വളരെ നമുക്ക് ആവശ്യമുള്ളൊരു തീരുമാനമായിരുന്നു. മന്ത്രി പറഞ്ഞ ഉപാധികൾ ഞാൻ വീണ്ടും വായിക്കുന്നില്ല. ആ ഉപാധികളൊക്കെ തന്നെ അംഗീകരിക്കാൻ തയ്യാറാണ്.
അത് മാത്രമല്ല പൊട്ടാഷ്യം ക്ലോറേറ്റ് യൂസ് ചെയ്യില്ല. അതുപോലെ തന്നെ ജനങ്ങളെ 100 മീറ്റർ അകലത്തിൽ നിർത്തണം. അങ്ങനെ വേറെ കുറേ ഉപാധികളുണ്ട്. അതൊക്കെ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അതുപോലെ ഡൗൺ സൈസ് ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ വളരെ വലിയ കുഴിമിന്നലും ഡൈനാമിറ്റൊക്കെ പൊട്ടിക്കാറുണ്ട്. അതൊന്നും പൊട്ടിക്കാണ്ട് ചെറിയ രീതിയിലുള്ള ചെറിയ വലിപ്പമുള്ള പരമ്പരാഗതമായിട്ടുള്ള വെടിക്കെട്ട് അത് നടത്താനായിട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന് ഞങ്ങളെ ഈ ഒരു ഉത്തരവ് നിന്നുണ്ടായതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. ഇക്കാര്യത്തിൽ ഒരു അട്ടിമറി ശ്രമം ഉണ്ടായിട്ടുണ്ടോ ശിവകാശിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമ്മർദ്ദ ശക്തികളുടെ ഭാഗത്തു നിന്നോ? ശിവകാശിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ വളരെയധികം വിഷമമാണ്. ചിലപ്പോൾ ഉണ്ടായേക്കാം. അതിനപ്പുറം തൃശ്ശൂരിന്റെ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങളുടെ വെടിക്കെട്ടുകളൊക്കെ ഇല്ലാതാക്കണമെന്ന് നിർബന്ധമുള്ള ചില ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. പക്ഷേ ഇതിനു പുറമെ ഈ കാര്യത്തിൽ ഇതൊന്നുമല്ല ഉണ്ടായത്. 2008 ഉണ്ടായ ഒരു നിയമം 2016 മുതൽ ആരും പ്രാവർത്തികമാക്കിയില്ല. പുറ്റിങ്ങൽ അപകടം ഉണ്ടായപ്പോൾ അത് പ്രാവർത്തികമാക്കുവാൻ തീരുമാനിക്കുന്നു. അത് തീരുമാനിച്ചതിനെ തുടർന്നാണ് നോക്കിയപ്പോൾ ഓതറൈസ്ഡ് ഫയർ വർക്സിലെ ഷെൽസ് എന്ന് പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന ഷെൽസ് എന്ന് പറയുന്ന വിഭാഗം മാറ്റിയിരുന്നു. ഈ ഷെൽസിൽ പെടുന്നതാണ് ഗുണ്ട, കുഴിമിന്നല്, അമിട്ട് തുടങ്ങിയവ. അപ്പൊ അതിന് പ്രത്യേകമായ സാങ്ഷൻ എടുക്കണം. ഓതറൈസേഷൻ ലഭിക്കാൻ ഒരു പ്രത്യേക പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചു. ആ പ്രക്രിയ അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. അതിന് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും, ഞങ്ങൾ നേരത്തെ കേന്ദ്ര സർക്കാരിലെ ശ്രീ MS അമ്പൂറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കുറച്ച് പേര് പോയി നിർമ്മലാ സീതാരാമനുമായി ഡിസ്കസ് ചെയ്യേണ്ടായി. അവർ കൂടി അയച്ച ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു. വി ഗോട്ട് ദി ഓതറൈസേഷൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത. ശ്രീ വി എസ് സുനിൽകുമാർ, ഇതിനെ പരിസ്ഥിതിവാദികളായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവരായിക്കൊള്ളട്ടെ, ഇതിന് പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച്, അതുപോലെ ഒരുപക്ഷെ സ്ഥലം MLA എന്നുള്ള നിലയിൽ താങ്കൾ ഇത് പ്രഖ്യാപിക്കുമ്പോൾ വലിയ കയ്യടിയാണ് ഈ റൗണ്ടിൽ നിന്ന് താങ്കൾക്ക് ലഭിക്കുന്നത് എങ്കിൽ തന്നെയും ഇതിന്റെ മറ്റ് വിഷയങ്ങൾ ഏത് നിലയിലാണ് മന്ത്രി എന്നുള്ള നിലയിലും സ്ഥലം MLA എന്നുള്ള നിലയിലും പരിഗണിച്ചിട്ടുള്ളത്? തൃശ്ശൂർക്കാരനായിട്ട് സംസാരിക്കുന്നത് തൃശ്ശൂർക്കാർ എന്ന നിലയിൽ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിനെ സംബന്ധിച്ച് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് കൊണ്ടുവരാനുള്ളതാണ്. അതിന് വേറെ കാര്യമൊന്നുമില്ല. സുരക്ഷാ ക്രമീകരണം ഉണ്ടാക്കുക. ഇപ്പൊ പുറ്റിങ്ങൽ വെടിക്കെട്ടുണ്ടായത് എന്തുകൊണ്ടാണ്? അശ്രദ്ധ മൂലമാണ്. നിയമവിരുദ്ധമായി നടക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനം ഇവിടെ നടത്താൻ ഇവിടെ തയ്യാറാവാറില്ല. ഇവർ ഇരു കമ്മിറ്റിക്കാരും ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ജില്ലാ ഭരണ സംവിധാനം നേരിട്ട് ഇടപെടുന്നതാണ്. അത് ഏത് ഗവൺമെന്റ് ഭരിക്കുമ്പോഴും ആ രീതിയിൽ നടക്കുന്ന ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ. അത് തൃശ്ശൂരിന്റെ മാത്രം ഇവന്റ് അല്ല, അതൊരു ഇന്ത്യയിലെ തന്നെ ഒരു വലിയ ഒരു ടൂറിസം ഇവന്റ് ആണ്. അത് ശക്തൻ തമ്പുരാന്റെ കാലത്ത് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതിന്റെ ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിക്കൽ ഡിസൈൻ ആണ്. അത് രാവിലെ മഠത്തിൽ വരവ് മുതൽ പിറ്റേ ദിവസം 6-ാം തീയതി ഉപചാരം ചൊല്ലിപ്പിരിയുന്നതും അതിനിടയിലുള്ള വെടിക്കെട്ടും എന്നൊക്കെ പറയുന്നത് വെറുതെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പരിപാടിയല്ല. അത് കാലങ്ങളായി നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ഒരു പരിപാടിയാണ്. പുതിയതായി വന്ന പല വെടിക്കെട്ടുകളിലും പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇവിടെ വെടിക്കെട്ട് എന്ന് പറയുന്നത് ഇത് ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒക്കെ ഭാഗമായി നടക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇപ്പൊ അത് ഗവൺമെന്റ് അതൊരു ടൂറിസത്തിന്റെ പ്രൊമോഷന്റെ ഭാഗം കൂടിയാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വൻതോതിലുള്ള അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആകെ ആളുകൾക്ക് ശബ്ദ മലിനീകരണം ഉണ്ടാകുന്ന രീതിയിലേക്ക് പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ ഇരു ദേവസ്വംകാരെങ്കിലും ശബ്ദ മലിനീകരണം ഉണ്ടാകുന്ന രീതിയിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടില്ല. ഇതിൽ നിയന്ത്രിതമായ രീതിയിൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആധുനികമായ എല്ലാ ടെക്നോളജി ഉപയോഗപ്പെടുത്തുക, അതേ സമയത്ത് തന്നെ മനോഹരമായിട്ടുള്ളതും ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലും പരമ്പരാഗതമായ രീതിയിൽ അത് നടത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. ഇതാണ് ഇരു ഗവൺമെന്റുകളും ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു കാര്യം. അതിന് പരിസ്ഥിതി മലിനീകരണം എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും ഉന്നയിക്കുന്ന ആൾക്കാരുണ്ടാകാം. അതൊക്കെ അവർക്ക് അതിന് സ്വാതന്ത്ര്യം ഉണ്ട്, അത് ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷേ ഞങ്ങൾ ആരും നിയമവിരുദ്ധമായ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. നിയമപ്രകാരമുള്ള കാര്യം മാത്രമേ. വെടിക്കെട്ട് പരിസര മലിനീകരണം ഉണ്ടാക്കുന്നില്ല. കാരണം വെടിക്കെട്ട് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന പുകയൊക്കെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുക ചെയ്യുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ കാലം മുതൽ തന്നെ പഴയ കാലം മുതൽ തിരുമംഗലത്ത് നീലകണ്ഠൻ മോശന്റെ വെടിക്കമ്പ വിധി ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. എങ്ങനെ ഈ വാണം, വെടിക്കെട്ട്, ഗുണ്ടൊക്കെ ഉണ്ടാക്കണമെന്നതിൽ വളരെ വിശദീകരിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കാത്തൊരു ശബ്ദമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ വിഷയം അവിടെ വരുന്നില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് മറിച്ചൊരു വാദം പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? സുഹൃത്തുക്കളെ, വെടിക്കെട്ട് എന്ന് പറഞ്ഞിട്ട് വെടിക്കെട്ട് നടത്തുക എന്ന് പറയണത് ഇപ്പോൾ
പാറമേക്കാവും തിരുവമ്പാടി ദേവസ്വക്കാർ പറഞ്ഞു വെടിക്കെട്ടില്ലെങ്കിൽ പൂരം നടത്തില്ല എന്ന് പറഞ്ഞു. ഏത് വേദാന്തത്തിലാണ് വെടിക്കെട്ട് നടത്തണം എന്ന് പറഞ്ഞിട്ടുള്ളത്? ഞാൻ വെടിക്കെട്ടിനെതിരല്ല, പക്ഷെ ചൈനീസ് മോഡൽ വെടിക്കെട്ട് നടത്താം നിങ്ങൾക്ക്. ചൈനീസ് മോഡൽ ആധുനിക കാലഘട്ടം ഒളിമ്പിക്സിലൊക്കെ അങ്ങനെ നടത്തുന്നുണ്ട്. പുറ്റിങ്ങിലും അതുപോലെ തന്നെ പാറമേക്കാവ് ദേവസ്വത്തിന്റെ തന്നെ 6-8-9 പേര് മരണമടഞ്ഞു. ഈ മനുഷ്യപ്പറ്റില്ലാത്ത ഇങ്ങനെയുള്ള സ്ഫോടനങ്ങൾ, ഈ ബോംബുണ്ടാക്കുന്ന ഈ വക സ്ഫോടനമായിട്ട് അതിൽ ഇടതുപക്ഷക്കാരായ എൻ്റെ സുഹൃത്തായ സുനിൽകുമാർ പറയുമ്പോഴും നമുക്ക് വിഷമമുണ്ട്. നമുക്ക് 4 വോട്ടല്ല, മനുഷ്യനാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞിട്ടുള്ള ഈ രാജ്യത്തെ എന്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ ഒരു കാര്യം പറയാനെ, ഇതൊന്നും ഞങ്ങൾ ഈ വരുന്ന വെടിക്കെട്ട് പറയുന്ന മനുഷ്യനെ കൊല്ലാവുന്ന വെടിക്കെട്ടൊന്നല്ല നടത്തുന്നത്. അതായത് ഞാൻ പറയട്ടെ, ഇവിടെ നടത്തുന്ന ചൈനീസ് വെടിക്കെട്ടിനെ പറ്റി പറഞ്ഞു. ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇവിടെ ഇത് കേൾക്കും, ഞാൻ പറയട്ടെ, ഈ ശിവകാശിയിലും ചൈനയിലും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കാനുള്ള സൗകര്യം ആണ് തന്നിരിക്കുന്നത്. അല്ലാതെ ഇവിടെ പുതിയതുണ്ടാക്കല്ല. അവിടെ നമ്മൾ മേടിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ പരമ്പരാഗതമായ രീതിയിൽ ഉണ്ടാക്കാനുള്ള സൗകര്യമാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് തന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു സിൻസിയർ ആയ ഒരു മനുഷ്യനാണ്. നിങ്ങൾ ആളെ കുറ്റം പറയേണ്ട, അതേ അഭിപ്രായം പറയുന്ന ഒരാളാണ്. ആ അഭിപ്രായത്തെ നമ്മൾ മാനിക്കണം. പക്ഷെ അദ്ദേഹം മാനിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതെന്തോ ഇവിടെ മനുഷ്യപ്പറ്റില്ലാത്ത ഒരു ഗുണ്ടൊക്കെ പൊട്ടിച്ച ആളിന് കുഴപ്പമുണ്ടാക്കുന്ന ഒരു പരിപാടിയല്ല. അത് പലയിടത്തും നടക്കുന്നുണ്ടാകാം. പക്ഷെ അതിനൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ അംഗീകരിക്കുന്നത് യഥാവിധി നിയമപ്രകാരം എന്ത് നടക്കേണ്ടതുണ്ടോ ആ നിയമങ്ങളെല്ലാം പരിപൂർണമായി പാലിച്ചുകൊണ്ടും ഇവിടെയുള്ള പൗരന്മാരുടെ സ്വാതന്ത്ര്യവും അവരുടെ സുരക്ഷയും പരിപൂർണമായി സർക്കാർ തന്നെ ഉറപ്പുവരുത്തിക്കൊണ്ടും പരസ്പരം സഹകരിച്ചുകൊണ്ടും അതേസമയത്ത് ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു കുറവും വരുത്താതെ, അതുപോലെ തന്നെ തെക്കോട്ടിറക്കം, കുടമാറ്റം എന്നൊക്കെ പറയുന്നത് വെടിക്കെട്ടിനേക്കാൾ മനോഹരമാണ്. അതെല്ലാം ഒരു ഊനവും തട്ടാതെ നടത്തുക എന്നുള്ളതാണ്. അതിന്റെ കൂട്ടത്തിലുള്ളതാണ് വെടിക്കെട്ട്. ആ വെടിക്കെട്ട് ഉപേക്ഷിക്കണം എന്ന് പറയല്ലേ വേണ്ടത്. വെടിക്കെട്ട് എങ്ങനെ സുരക്ഷിതമായി നടത്താന്നുള്ളതാണ്. അതെ പറഞ്ഞ ശരിയാണ്. ആധുനിക രീതിയിൽ ഈ വർഷം ഒരു പക്ഷേ ഇപ്പൊ നടക്കുന്നത് നമ്മൾ നേരത്തെ വെടിമരുന്ന് കിട്ടുന്നതാണ്. ഞങ്ങൾ അടുത്തോളം ആലോചിക്കുന്നത് വളരെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു അപകടം ഇല്ലാതെ ഏറ്റവും ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് തന്നെയാണ് സംഭവം. അല്ലാതെ ഇതിപ്പോ അപ് ടു ഡേറ്റ് ആയിട്ട് ഏത് ടെക്നോളജി ആ ടെക്നോളജി എല്ലാം ഇവിടെ കൊണ്ടുവരും. ഇപ്പൊ ഞങ്ങൾ ഹൈഡ്രന്റ് കൊണ്ടുവന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ചെയ്യാൻ പോകുന്നത് എന്താ അറിയാമോ? ചൈനയിലും ദുബായിലും നടക്കുന്നതിനേക്കാൾ മനോഹരമായ നിലയിൽ റിമോട്ട് വെച്ചുകൊണ്ട് തന്നെ ഇതിനേക്കാൾ നന്നായി നടത്തും. അതാണ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ വെടിക്കെട്ട് നിരോധിക്കലല്ല. വെടിക്കെട്ടിൽ പൂരം നടത്തില്ല എന്ന് പറഞ്ഞു. അതെന്താ ലോജിക്ക് മനസ്സിലായില്ല. ആ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി? അതായത് നേരത്തെ പറഞ്ഞ വേദാന്തത്തിലെ സുഹൃത്തെ ഒരു മിനിറ്റ് ഇപ്പൊ ഈ ശിവകാശി ഇദ്ദേഹം പറഞ്ഞത് ശിവകാശി വെടിക്കെട്ട് നടത്താം എന്നുള്ളതാണ്. ഇദ്ദേഹം പറഞ്ഞത് ശിവകാശി വെടിക്കെട്ട് നടത്താം, പരമ്പരാഗതമായിട്ടുള്ള വെടിക്കെട്ട് നടത്തിയാൽ അപകടങ്ങൾ കൂടാന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കേണ്ടത്, ശിവകാശിയില് ഇവിടെ മരിക്കുന്നേക്കാൾ കൂടുതൽ ആൾക്കാർ ശിവകാശി പടക്ക നിർമ്മാണശാലകൾ ദിവസവും മരിക്കുന്നുണ്ട്. പക്ഷെ അവരൊരു ഓർഗനൈസ് സെക്ടറായ കാരണം ഇതിന്റെ ന്യൂസ് പുറത്തു വരുന്നില്ല. അതുപോലെ തന്നെ ബാലവേല, അത് ചൈൽഡ് ലേബറാണ് ഈ ശിവകാശിയിലുള്ള ഫയർ വർക്ക്സ് മാനുഫാക്ചറേഴ്സ് മുഴുവൻ ചെയ്യുന്നത്. അവർ വലിയൊരു ലോബിയായ കാരണം ഈ ന്യൂസ് ഒന്നും പുറത്തു വരുന്നില്ല. നമ്മുടെ ഈ പരമ്പരാഗതമായിട്ടുള്ള അവിടെ അങ്ങനെ നടക്കുന്നുണ്ടെന്ന് വിചാരിച്ച് ഇവിടെ നടന്നോട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നടന്നിട്ടില്ല. ഒന്നത്. രണ്ട്, വൈൽഡ് ആനിമലാണ് ആന. ഈ ആനയെ ഇത്രയധികം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുമ്പോ നമുക്ക് ഇന്നുവരെ ദുരന്തം ഉണ്ടായിട്ടില്ല. നാളെ ദുരന്തം ഉണ്ടാവുമോ എന്ന് ആര് പറഞ്ഞു? ഒരു മിനിറ്റ്. അതിനകത്ത് സംസ്ഥാന ഗവൺമെന്റ് 2012 പാസ്സാക്കിയിരിക്കുന്ന നാട്ടാന പരിപാലന നിയമമുണ്ട്. ഈ നാട്ടാന പരിപാലന നിയമം എന്ന് പറഞ്ഞ സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കിയത് ഇവിടെ കാട്ടാനയും നാട്ടാനയും 2 രീതിയിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഈ നാട്ടാനയെ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. തടി പിടിക്കുക ഉപയോഗിക്കുന്നുണ്ട്, ഉത്സവ പറമ്പിൽ എഴുന്നള്ളിക്കുക ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് അതിന്റെ ഒരു വന്യമൃഗം എന്ന നിലയിൽ നിയമപ്രകാരം അതിനെ പരിരക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണ് നടത്താക്കേണ്ടതെന്ന് സംബന്ധിച്ച വ്യക്തമായ ആക്ട് റൂളുണ്ട്. ഞങ്ങൾ ചെയ്യുന്നത് എന്താണ്? നാട്ടാന പരിപാലന നിയമം എന്ത് പറയുന്നുവോ ആ നിയമം അനുസരിച്ച് പോകുന്നു. ഇന്ന് നാളെ ഗവൺമെന്റ് പറയാണ്, നാട്ടാന പരിപാലന നിയമം പറയാണ് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് നമ്മളൊക്കെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഒരു നിയമം ഉള്ളപ്പോൾ ആ നിയമത്തെ ഞങ്ങൾ ആരും ലംഘിച്ചിട്ടില്ല. നാട്ടാന പരിപാലന നിയമം എന്ത് പറയുന്നോ അത് എഴുന്നള്ളിപ്പിനെതിരല്ല. ഇനി ഇങ്ങനെ പറയുന്ന ആളുകൾ ഒരു നിയമം ഉണ്ടാക്കി വരട്ടെ. ആ നിയമം രാജ്യം ജനങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ആ നിയമത്തിന് പിന്നെ അനുസരിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. സുരക്ഷിതത്വം സർക്കാർ ഏറ്റെടുത്തുകൊണ്ടാണോ നടത്തുന്നത്? പൂർണ്ണമായിട്ട് യാതൊരു സംശയവും കാര്യത്തിൽ വേണ്ട. അതായത് ഈ സുരക്ഷാ ക്രമീകരണത്തിന് ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കും. അതായത് ഇവിടെ നടക്കുന്ന ഈ പൂരത്തിന്റെ പോലീസ് സംസ്ഥാന ഗവൺമെന്റ് അല്ലേ, കളക്ടർ സംസ്ഥാന ഗവൺമെന്റ് ഭാഗമല്ലേ, റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഭാഗമല്ലേ, മൃഗസംരക്ഷണ ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഭാഗമല്ലേ, ദേവസ്വം ബോർഡ് സംസ്ഥാന ഗവൺമെന്റ് ഭാഗമല്ലേ. ഇതെല്ലാം ചെയ്യുന്ന പൂര കമ്മിറ്റികൾ എന്ന് പറഞ്ഞ ജനങ്ങളുടെ കൂട്ടായ്മയാണ്. ആ ജനങ്ങൾ കൂട്ടായ്മ ലക്ഷക്കണക്കിന്
ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു പരിപാടി. ഇപ്പോൾ തൃശ്ശൂർ പിന്നെ നമ്മൾ സിയാൽ എയർപോർട്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ കാണുന്നത് എന്താ? തൃശ്ശൂർ പൂരത്തിന് ആനകളെ എഴുന്നള്ളിക്കുന്ന പിന്നെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വരുമ്പോൾ എന്താ? ആനകളുടെ എഴുന്നള്ളിപ്പാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് തൃശ്ശൂർ കേരളത്തിന്റെ ഒരു പ്രതീകമായി മാറിയിട്ടുള്ള ഒരു കാര്യമാണ് പൂരം എന്ന് പറയുന്നത്. അപ്പോൾ പൂരം എന്ന് പറയുന്നത്, നടത്തിപ്പ് എന്ന് പറയുന്നതും കമ്മിറ്റിക്കാരാണെങ്കിലും അത് അപകടരഹിതമായി മനുഷ്യർക്ക് കുഴപ്പമില്ലാതെ നടത്തുക എന്നുള്ളത് സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. മാത്രമല്ല, ഇതൊരു ക്ലാസിക്കൽ കലകളുടെ സംഘമാണ്. ഇവിടെ നിങ്ങൾ ഈ പറയുന്ന വെടിക്കെട്ട് മാത്രമല്ല, അവിടെ വരെ നടക്കുന്ന ചെമ്പടമേളം, അതുപോലെ തന്നെ പാണ്ടിമേളം, അതുപോലെ പഞ്ചവാദ്യം എന്നൊക്കെ പറയുന്നത് ലോകത്തിലെ ഒരു സിംഫണി നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ കഴിയില്ല. അത്രയും വലിയൊരു മനോഹരമായ കാര്യമാണ് അത്. അതുപോലും ചില ആളുകൾ പറയുന്നത് എന്താണ്? അത് ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെതിരെ കേസ് കൊടുത്ത മാന്യന്മാരൂടെ ഉണ്ട്. എന്ത് ശബ്ദമലിനീകരണം? ഞങ്ങൾക്കും അത് കേട്ടാലാണ് ഒരു വർഷത്തെ റീചാർജ് ഉണ്ടാവുന്ന ആ ഒരു കേന്ദ്രമേള കേൾക്കുമ്പോഴാണ്. അപ്പൊ അത് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരാണ്. തൃശ്ശൂർ പൂരം എന്താണ്, അതിന്റെ ചടങ്ങ് എന്താണ്, എന്താണ് അതിന്റെ ഉദ്ദേശം, അതിന്റെ സ്പിരിറ്റ് എന്താണെന്ന് അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ പൂരത്തിന്റെ മഹിമ മനസ്സിലാവും. അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. പുറത്തു നിന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇദ്ദേഹം ചോദിച്ച ആദ്യത്തെ ഒരു ചോദ്യം ഉണ്ട്, ഏത് ഗ്രന്ഥത്തിലാണ് വെടിക്കെട്ട് പൊടിക്കണമെന്ന് പറഞ്ഞത്? പക്ഷെ ഉത്സവം എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ ചൈതന്യം വർദ്ധിക്കാൻ വേണ്ട 5 ഉപാധികളിൽ ഒന്നാണ്. ഉത്സവം നടത്തുന്നത് പ്രധാനമായിട്ടും മനുഷ്യന്റെ ആവശ്യത്തിനാണ്, ദേവന്റെ ആവശ്യത്തിനല്ല. മനുഷ്യൻ ഈശ്വരനെ ആരാധിക്കുന്നത് ഈശ്വരന് ആവശ്യം ഉണ്ടായിട്ടല്ല, മനുഷ്യന് ആവശ്യം ഉണ്ടായിട്ടാണ്. അപ്പൊ ഉത്സവം മനുഷ്യനെ ആഘോഷിക്കാനുള്ളതാണ്. അവൻ ആവശ്യമുള്ളതൊക്കെ ഉത്സവത്തിൽ ചെയ്യാം, അത്രേ അർത്ഥമുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഈ ആനനെ എഴുന്നള്ളിക്കുന്നത് ഈ കേരളത്തിലല്ലാണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ദിക്കലും ഇത് 6-8 പേര് നിന്നിട്ട് പൂരത്തിന് നമ്മളെതിരല്ല. പൂരൊക്കെ നമ്മളെ പോലെ ഒരു ജീവിയാണ് ആന. അതിന്റെ പുറത്ത് ഈ 8 പേര് നിന്നിട്ട് ഈ മാതിരി ചെയ്യുന്ന എന്ത് സുഹൃത്തെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. 8 പേര് ഈ നട്ടുച്ച വെയിലത്ത് ഈ ആനനെ ഇങ്ങനെ എഴുന്നള്ളിക്കുമ്പോ നമുക്ക് മനുഷ്യത്തല്ലേ സുഹൃത്തുക്കളെ? ഗജപൂജ നടക്കുന്നത് ഈ തൃശ്ശൂരാണ്. ആനയൂട്ട് നടക്കുന്നത് ഈ കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ ആനകളെ സ്നേഹിക്കുന്ന സ്ഥലമാണ് കേരളം. ആനകളെ കുറിച്ച് പറഞ്ഞത് എന്റെ സുഹൃത്ത് പറഞ്ഞത് വളരെ കഷ്ടമാണ്. കാരണം ഇത്രയധികം ആനകളെ സ്നേഹിക്കുന്ന ഒരു നാടില്ല തൃശ്ശൂര് പോലെ. എഴുന്നള്ളിക്കുന്ന ആനകൾക്ക് ചൂടിൽ നിന്ന് മുക്തി ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. റോഡിൽ വെള്ളമൊഴിക്കുന്നത് നിരന്തരമായ തണുപ്പിക്കുന്നു. ആനകൾ നിൽക്കുന്ന സ്ഥലത്ത് ചാക്കി വിരിച്ച് നിർത്തുന്നു. അതിനു പുറമെ ആനകൾക്ക് ദാഹിക്കാതിരിക്കാൻ ധാരാളം ജലമയമുള്ള വാട്ടർമെലൺ പോലെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നു. ഇങ്ങനെ പിന്നെ കൂടുതൽ സമയം നിൽക്കുമ്പോൾ പനമ്പട്ട വെട്ടി കഷ്ണങ്ങളാക്കി കൊടുക്കുന്നു. ഇതൊന്നും മറ്റെവിടെയും ഇത്ര നിഷ്കർഷയോടെ ചെയ്യുന്നത് കാണില്ല സുഹൃത്തെ. തൃശ്ശൂരിലെ ഒരു ആനയെ കണ്ടാൽ എത്ര പേര് കൂടി നിൽക്കുന്നറിയോ? അതിന്റെ കാരണം അവർക്ക് ആനയോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ കാര്യം മനസ്സിലാക്കണം. ഇവിടെ പ്രിയ സുഹൃത്ത് പറയുണ്ടായി ശബ്ദമലിനീകരണം എന്ന് പറയുന്നത്. ഇവിടെ തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാനം തന്നെ സംസ്കാരമാണ്. ഈ സംസ്കാരം എന്ന് പറയുന്നത് സംസ്കരിച്ച് കൃതമായതാണ് സംസ്കാരം. വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് തൃശ്ശൂരിന്റെ ക്ഷേത്രങ്ങളും ക്ഷേത്ര സമിതികളും കൂടി ഉണ്ടാക്കിയ ഈ സംസ്കാരത്തിൽ വെടിക്കെട്ട് എന്ന് നടത്തുന്നത് തീർച്ചയായിട്ടും മനുഷ്യന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് ഫഡ് എന്നുള്ള അസ്ത്രമന്ത്രമാണ് ഈ വെടിക്കെട്ടിന്റെ മൂലമന്ത്രം. അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഗന്ധകവും വെടികുപ്പും തമ്മിലുള്ള മിശ്രിതമാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഉപയോഗിച്ചിരുന്നത്. ആൾക്കാർ എത്രത്തോളം കൂടുന്നു എങ്കിൽ അതിൽ സാംക്രമിക രോഗം വർദ്ധിക്കാൻ കാരണമാകും. ആ സാംക്രമിക രോഗം വർദ്ധിക്കാതിരിക്കാൻ എത്രത്തോളം ഉയരത്തിൽ ഇത് പൊട്ടുന്നു അത്രയും പവർഫുള്ളായിട്ട് വ്യക്തികൾക്കാണ് ഗുണം ചെയ്യുന്നത്, അല്ലാതെ ദേവസ്വത്തിനല്ല. അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാ മേഖലകളിലും അപകടം സംഭവിക്കാറുണ്ട്, ജനങ്ങൾ മരിക്കാറുമുണ്ട്. പക്ഷെ മരണമൊക്കെ നമുക്ക് വിഷമം ചെയ്യുന്ന സംഭവം തന്നെയാണ്. ട്രെയിൻ അപകടം നടക്കുന്നുണ്ട്, നമുക്ക് ട്രെയിൻ നിർവഹിക്കാൻ പറ്റില്ലല്ലോ. ഈ തൃശ്ശൂർ പൂരം എന്നത് ഇവിടുത്തെ വികാരമാണ്, ഞങ്ങൾ തൃശ്ശൂരിന്റെ വികാരമാണ്. ഞാൻ കണ്ടിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും വലിയ മതസൗഹാർദ്ദ സമ്മേളനം നടക്കുകയാണ് തൃശ്ശൂർ പൂരം എന്നത്. ഇത് അതിന്റെ തനിമയോടെ ഇന്ത്യയിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ആനകളെ സ്നേഹിക്കുന്ന രാജ്യമാണ് തൃശ്ശൂര്. ആനയെ ഒരിക്കലും ഞങ്ങൾ ദ്രോഹിക്കില്ല, മനസ്സിലായി. അതിന് വേണ്ട എല്ലാ ഫെസിലിറ്റിയും കൊടുത്തുകൊണ്ടാണ് തൃശ്ശൂർ പൂരം നടത്തുന്നത്. ഇതിന്റെ തനിമയോടെ, ഇതിന്റെ എല്ലാ ഇതോടും കൂടിയിട്ടുള്ള തൃശ്ശൂർ പൂരം ഇവിടെ നടക്കണം. നടന്നില്ലെങ്കിൽ അതിന്റെ ഏതറ്റം വരെ പോയിട്ടും നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഞാനൊരു മുസ്ലിം സഹോദരനാണ്, ഞങ്ങൾ ഇതിൽ അഭിമാനം കൊള്ളുകയാണ്. ഇതിന്റെ സംഘടന അഭിനന്ദിക്കുന്നു. ഒരു പോയിന്റ്,
ഈ ആനയെ ടോർച്ചർ ചെയ്യുന്നതിനെ പറ്റി അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റാണ്. ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന ഇവിടുത്തെ പൂരം നടത്തുന്നവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ വെറ്ററിനറി ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ഒരു ടീം ഇവിടെ ഉണ്ട്. ആ ടീം പറയുന്ന അനുസരിച്ച് അവർ ആനയുടെ എല്ലാ ആനയ്ക്ക് മതപ്പാടുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. മതപ്പാടുള്ള ഒരു ആനയോട് അവിടെ നിർത്തില്ല. അതിന് ഏത് ഭക്ഷണം കൊടുക്കണം അവർ പറയുന്നുണ്ട്. ഇത്ര ലിറ്റർ വെള്ളം കൊടുക്കണം, ഈ സമയത്തെ ആനയെ നിർത്താൻ പാടുള്ളൂ. നടത്തുന്ന സമയത്ത് അവിടെ പന്തലിടണം, അവിടെ പന്തലിടുന്നുണ്ട്. താഴെ ചാക്കൂരിക്കണം ചെയ്യുന്നുണ്ട്. അത് ഈ പറയുന്ന വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളെല്ലാം പറഞ്ഞതനുസരിച്ചുള്ള എല്ലാ ചിട്ടകളും കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഈ ആനയുടെ എഴുന്നള്ളിപ്പ് ഇവിടെ നടത്തുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് നാട്ടാന പരിപാലന നിയമത്തിൻ്റെ ചട്ടങ്ങളിലും ഒക്കെ പറയുന്ന, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ പറയുന്ന, ഇതിൻ്റെ ഓതൻറ്റിക് ആയിട്ട് ഞങ്ങൾ നിഷ്കർഷിക്കേണ്ട ആളുകൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു അണുവിട വ്യത്യാസമില്ലാതെ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ടാണ് തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളും മറ്റെല്ലാവരും ഇവിടെ ആനയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. അപ്പോൾ ആനയുടെ ടോർച്ചറിങ് കേരളത്തിൽ നടക്കുന്നില്ല എന്നൊന്നും നമ്മളാരും പറയുന്നില്ല. പക്ഷേ തൃശ്ശൂർ പൂരത്തിൻ്റെ ബന്ധിപ്പിച്ചുകൊണ്ട് ആനയുടെ ടോർച്ചറിങ് ആയിട്ട് തന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പൂരത്തെ തുലയ്ക്കാൻ ആരും അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. ശ്രീ സുനിൽകുമാർ, ഒരുപക്ഷെ ഇത്തവണ പൂരം ചടങ്ങ് മാത്രമാകും എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. താങ്കൾ തൃശ്ശൂരിലെ MLA മാത്രമല്ല, മന്ത്രി കൂടിയാണ്. ആ നിലയിലുള്ള അധികാര പദവികൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തവണ ഈ കാര്യങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിക്കാതിരിക്കുന്ന വിധത്തിൽ സമ്മർദ്ദ ശക്തി മറുഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഒരു നികേഷ്, അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. കാരണം ഇപ്പോൾ പൂരം എഴുന്നള്ളിക്കില്ല എന്നൊക്കെ പറയുന്നത് അത് എഴുന്നള്ളിക്കാതിരിക്കാനൊന്നുമല്ല, അത് അവരുടെ ഒരു വികാരമാണ്. കാരണം ഇത് നടക്കാതിരിക്കുമ്പോൾ ഒരു വിഷമം കൊണ്ട് നമ്മുടെ ആൾ പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ആർക്കെങ്കിലും തെക്കോട്ടിറക്കം വേണ്ട എന്നൊന്നും ആഗ്രഹം ഉണ്ടായിട്ടില്ല. അതൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പറയുന്നതാണ്. പിന്നെ ഇവിടെ ഞാൻ അധികാര കേന്ദ്രമായിരുന്നാലും ആരധികാര കേന്ദ്രമായിരുന്നാലും ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രത്യേകമായ പിന്നെ ക്രെഡിറ്റ് കൊണ്ടുണ്ടായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇതെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് എവിടെ കുറവുകളുടെ പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നടത്തിയിട്ടുള്ള ഒരു കൂട്ടായ പരിശ്രമമാണ് ഇങ്ങനെ ഒരു വിജയത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ആ കൂട്ടായ പരിശ്രമം അത് ഏത് ഘട്ടത്തിലുണ്ടാവും. ആ പരിശ്രമത്തിന്റെ വിജയമാണത്. അതുകൊണ്ട് ഈ ഗവൺമെന്റുകൾ തമ്മിലുള്ള ഏത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പെരുവനം കുട്ടന്മാർ ടെലിഫോൺ ലൈനിലുണ്ട്. പക്ഷേ പെരുവനം, താങ്കൾ തൃപ്തനാണോ പുതിയ തീരുമാനങ്ങളിൽ? ഉപാധികളോടെയാണ് എങ്കിൽ തന്നെയും വെടിക്കെട്ട് നടത്താൻ കേന്ദ്ര എക്സ്പ്ലോസീവ് മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നു. ഹലോ, പറഞ്ഞു. കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരമാണ് തൃശ്ശൂർ പൂരം. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇപ്പോൾ വെടിക്കെട്ടിന്റെ ശബ്ദം കുറയ്ക്കാൻ പറഞ്ഞു. അടുത്ത വർഷം ഇതിലും ശബ്ദം കുറയ്ക്കില്ലേ? പിന്നെ അടുത്ത വർഷം അതിലും കുറയ്ക്കാൻ പറയും. അവസാനം അത് പൂരത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് വരും, ആനയിലേക്ക് വരും, മേളത്തിലേക്ക് വരും. ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത്? ഇത് ആവശ്യമില്ലാത്ത ചോദ്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാലേ, നാളെ നായ ഒന്ന് ചിന്തനെ കുറയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നാളെ ഞാൻ മരിച്ചു, വണ്ടി പോകുമ്പോൾ മരിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ വണ്ടി ഇടിച്ച് മരിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാൻ പറ്റും? അതൊരു കാര്യമില്ല മോനെ. നമുക്ക് എന്ത് വന്നാലും ശരി, ഇന്ത്യ മുന്നോട്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്ത് വന്നാലും ശരി പൂരം നടത്തുക. നമുക്ക് ഈ പൂരത്തിന് നന്മകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ തിന്മകൾ ആഗ്രഹിക്കുന്നവരല്ല. പൂരത്തിന് നന്മകളുണ്ട്. ആ നന്മകൾ അംഗീകരിക്കുന്ന ഏത് ഗവൺമെന്റ് ഒന്നും ആ നന്മയെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ആ വിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. നേരത്തെ നികേഷ് ചോദിച്ചു ശിവകാശിന്ന് സമ്മർദ്ദം ഉണ്ടോ ചോദിച്ചു. ഇത് ശിവകാശി തന്നെയാണ്. വടക്കനാഥൻ തെങ്കൈലാസനാഥനാണ്, തെങ്കൈലാസോദയാണ്, ഇത് ശിവകാശിയാണ്. ഈ സമ്മർദ്ദത്തെ മറ്റേ ശിവകാശിക്കാർക്ക് അതിജീവിക്കാൻ പറ്റില്ല. അത്ര എനിക്കതിന് ഉത്തരമുള്ളൂ. ശ്രീ പെരുവനം കുട്ടന്മാർ, താങ്കളോട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, തൃപ്തനാണോ താങ്കളുടെ? ഞാൻ പോയിക്കോട്ടെ. ഞാൻ നാളെ നിയമസഭയിലുണ്ട്, എന്നെ പോകാൻ അനുവദിക്കണം. ബാക്കി ഇവിടെ എല്ലാവരും പങ്കെടുക്കും. അപ്പൊ എല്ലാവർക്കും പൂരാശംസകൾ. പൂരം ഗംഭീരമായി നടക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ശ്രീ പെരുവനം. ഹലോ, ഹലോ, താങ്കൾ തൃപ്തനാണോ? ഇന്ന് ഉപാധികളോടുകൂടിയാണെങ്കിലും കേന്ദ്ര എക്സ്പ്ലോസീവ് മന്ത്രാലയം പൂരം വെടിക്കെട്ടിന് അനുമതി നൽകിയത്. കേൾക്കാമെങ്കിൽ മറുപടി പറഞ്ഞു തുടങ്ങിക്കോളൂ. ഹലോ, ഏത് നിലയിലാണ് പുതിയൊരു അനുമതി ഒരുപക്ഷെ തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സാഫല്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.
കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തി തന്നെയാണോ മുന്നോട്ട് പോയിട്ടുള്ളത്? തീർച്ചയായിട്ടും. കാരണം ഈ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇതിനെ പറ്റിയിട്ട് ചാനലുകളിലും പത്രമാധ്യമങ്ങളിലൊക്കെ ഉണ്ടാവുകയുണ്ടായി. 2008 ഒരു നിയമമാണ്. അതിൻ്റെ ചുവട് പിടിച്ചാണ് നവംബറിലാണ്, അതും നേരത്തെ മന്ത്രി പറഞ്ഞതിൽ ഒരു ചെറിയൊരു അവ്യക്തതയുണ്ടായിരുന്നു. കാരണം കൊച്ചിയിലെ DCC ഡെപ്യൂട്ടി ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ്സ് അദ്ദേഹത്തിന്റെ സർക്കുലറാണ് നമുക്ക് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. വാസ്തവത്തിൽ 2008 തന്നെ നിയമം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ പലരും കേരളത്തിലെ പല ഉത്സവങ്ങളും നമ്മളത് ശ്രദ്ധിച്ചില്ല. പക്ഷെ പുറ്റിങ്ങൽ ദുരന്തം ഉണ്ടായതോടുകൂടി അത് രാജ്യമൊട്ടാകെ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഒക്ടോബർ മാസത്തിലാണ് ഈ സർക്കുലർ വന്നത്. ആ സർക്കുലറിലാണ് നമുക്ക് പരമ്പരാഗത വെടിക്കെട്ടുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സർക്കുലറാണ് വന്നത്. പക്ഷെ അതിനുശേഷം നമ്മൾ നവംബർ ഡിസംബറിൽ തന്നെ നമ്മൾ കേന്ദ്രത്തിൽ പോവുകയുണ്ടായി. കേന്ദ്രം വളരെ അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ എടുത്തിട്ടുള്ളത്. അന്ന് തന്നെ നമ്മളുമായിട്ട് സംസാരിച്ച ഉടനെ തന്നെ നമ്മൾ കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ അന്ന് തന്നെ വളരെ ഒരു ഹൈ പ്രൊഫൈൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ തന്നെ നമുക്ക് ഏതാണ്ട് ഇത്ര തിരക്ക് പിടിച്ച അവരുടെ ജീവിതത്തിന്റെ അവരുടെ ഷെഡ്യൂളിന്റെ ഇടയിലും നമുക്ക് ഏതാണ്ട് 1 മണിക്കൂറോളം ഇരു ദേവസ്വങ്ങളും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി അതിന്റെ ഓർഗനൈസേഴ്സ് നേതാക്കളുമായി മന്ത്രി സമയം ചെലവിടുകയുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിലാണ് തൃശ്ശൂർ, പാലക്കാട്, ആറാട്ടുപുഴ സ്ഥലങ്ങളിലേക്ക് 3 സ്ഥലങ്ങളിലേക്കും പൂരം നടക്കുന്ന പ്രധാന പൂരങ്ങൾ നടക്കുന്ന മധ്യ കേരളത്തിലെ പ്രധാന സ്ഥലങ്ങളിലേക്ക് ജോയിന്റ് സെക്രട്ടറി ശ്രീ ശൈലേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിലുള്ള ടീം വരികയും എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയും ചെയ്തിട്ടാണ് റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അവര് പരമ്പരാഗത വെടിക്കെട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഏപ്രിൽ 3 കേന്ദ്രമന്ത്രി ഇറക്കിയത്. തീർച്ചയായും അതിൽ അവർ പറയുകയുണ്ടായി കേന്ദ്ര നിലപാട്, കേന്ദ്രമന്ത്രിയുടെ നിലപാട്, കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് കേരളത്തിലെ ഉത്സവങ്ങളോടോ ആചാര അനുഷ്ഠാനങ്ങളോടോ അതിനൊന്നും എതിരല്ല. തൃശൂർ പൂരത്തിന് ഉപാധികളോടുകൂടിയാണെങ്കിലും വെടിക്കെട്ട് നടത്താൻ കേന്ദ്ര എക്സ്പ്ലോസീവ് മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നു. എന്താണ് നിലപാട്? പറയൂ. ഞാൻ ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും ഞാൻ 18 വർഷം മുമ്പ് ഞാനിവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിൽക്കുന്നതും കാണുന്നതും ഈ തൃശ്ശൂർ പൂരം ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും വിദേശികളും വന്ന് കാണുന്നത്. എന്തുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ പുറത്ത് എന്തുകൊണ്ട് തടസ്സം ചെയ്യുന്നു എന്നുള്ള അർത്ഥം. ആനകൾ മുമ്പുണ്ടായിരുന്നു. 15 ആന വെച്ചും 15 ആന വെച്ചും ഇത് നടത്തിയിരുന്നു. അന്ന് കാലത്ത് കാലിൻ്റെ ഉള്ളിൽ വെള്ളം വേണം, തണുപ്പ് വേണം, മറ്റുള്ള കാര്യങ്ങൾ വേണം. അന്ന് ആൾക്കാർ അന്വേഷിച്ചിരുന്നില്ല. ഇപ്പം ആൾക്കാർ പട്ടി, പൂച്ച, മറ്റ് മൃഗസ്നേഹികൾ എല്ലാവരും പിറന്നു. ഇപ്പോൾ ഇതിൻ്റെ പുറത്ത് ഒരു ആചാരത് എൻ്റെ പള്ളിയിൽ നടക്കുന്നത് ഇത് ഞങ്ങൾ ആചരിക്കണേ. ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹിന്ദു മതങ്ങൾ, മുസ്ലിങ്ങൾ എല്ലാവരും എന്തുകൊണ്ട് തടുക്കുന്നു? എക്സ്പ്ലോസീവ് ഇതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്, മറ്റുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ശിവകാശി നിങ്ങൾ ഇത് മേടിച്ചാലും ഇവിടെ പൊട്ടേണ്ട സാധനം പൊട്ടിയിരിക്കണം എന്നാണ് ഞങ്ങളുടെ ചോദിക്കാനുള്ളത്. മാഡത്തിനോടാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലാണ് എക്സ്പ്ലോസീവ്സിന്റെ എല്ലാ അതോറിറ്റിയും. അത് നിങ്ങൾ പറഞ്ഞു സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ സുനിൽകുമാർ പറഞ്ഞു സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു റോളുമില്ല. റോളുള്ളത് കേന്ദ്ര ഗവൺമെന്റിനാണ്. ഈ മറ്റേ കേന്ദ്ര ഗവൺമെന്റ്. അപ്പൊ മാഡം അത് ഇവിടെ പറഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് എന്ന് പറഞ്ഞു. അത് അതൊന്നും അറിയാൻ വേണ്ടിയില്ല. വേഗം ചുരുക്കി പറഞ്ഞു. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇതിൽ സത്യം പറഞ്ഞാൽ എക്സ്പ്ലോസീവ്സ് ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സിന്റെ കീഴിലാണ്. അതുകൊണ്ടാണ് അതിന്റെ മന്ത്രിയാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. അവർക്ക് തന്നെയാണ് ഇതിൽ റോള്. പക്ഷേ DCC എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ചോട്ടിൽ തന്നെയാണെങ്കിലും കൊച്ചിയിലുള്ള ഡെപ്യൂട്ടി ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ്സ് ആണ് ഈ സർക്കുലർ ഇറക്കിയത്. അപ്പൊ ഇപ്പൊ കൊടുത്തിരിക്കുന്നത് കേന്ദ്രം തന്നെയാണ്. കേന്ദ്രം ഏപ്രിൽ 3 ഇറക്കിയ കേന്ദ്രമന്ത്രി ഇറക്കിയ ഉത്തരവിലാണ് പരമ്പരാഗത വെടിക്കെട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയത്. അതെ, ഈ വെടിക്കെട്ട് എന്ന് പറയുമ്പോൾ ഈ പുറ്റിങ്കൽ ഉണ്ടാവണത് അവിടുത്തെ മണ്ണിന്റെ പ്രകൃതി കൂടി നോക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മണ്ണിൽ ഉറപ്പുകളുണ്ട്. അത് ഇല്ലാണ്ടാവുമ്പോഴാണ് ഇത് പാളി പോകുന്നത്. ഏത് ഇപ്പൊ ആനയുടെ കാര്യം പറഞ്ഞു ഒരു വ്യക്തി. അപ്പൊ എന്നിട്ട് ആനയുടെ കാര്യങ്ങൾ പറയുമ്പോ
ആനയ്ക്ക് ഭക്ഷണം കൊടുക്കലും മാത്രമല്ല, നമ്മൾ പണിയെടുക്കുമ്പോൾ കൊഴുപ്പും കൊളസ്ട്രോളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെയാണ് ആനകളുടെ കാര്യത്തിലും ഒരു കൊളസ്ട്രോളും ഒക്കെ ഉണ്ടാവും. പണിയെടുക്കുമ്പോൾ പണി തന്നെ എടുക്കണം. ആന ഇപ്പൊ JCB വന്നു, ഒക്കെ വന്നു, ആനയ്ക്ക് വല്ല പണിയുണ്ടാ? ഒരു പണിയില്ല. അപ്പൊ അവർക്ക് ദേഷ്യം വരും, മതം പൊട്ടും, ആന പൊട്ടും, അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവര് പണിയെടുപ്പിക്കുക. പറഞ്ഞു സാർ പറയും. അല്ല, ആനകള് മതം പൊട്ടും, ആന പണിയെടുക്കാണ്ട് ഇവിടെ വന്നിട്ട് നിൽക്കുകയാണ് വെറുതെ. ആനകള് മതം പാടൊക്കെ അതിന്റെ ഹെൽത്തിന്റെ ഒരു ലക്ഷണമാണ്. ആനകൾ ഇവിടെ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ എഴുന്നള്ളിപ്പ് ആനകൾക്ക് സുഖകരമായി പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത്. സാറ് നേരത്തെ അദ്ദേഹം പറഞ്ഞു ഇവിടെ ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ഒന്നാണ് തൃശ്ശൂർ പൂരം നടത്തുന്ന കാര്യത്തിൽ. അതിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് പറയാം, എൻ്റെ കുട്ടിക്കാലത്ത് വടക്കേത്തല ചേലപ്പാടിന് അന്തോണിക്ക് കൊടുക്കണോ പൊന്നുവീട്ടിൽ നാരായണൻ നായർക്ക് കൊടുക്കണോ വെടിക്കെട്ട് എന്ന് സംശയം വന്നപ്പോൾ ചേലപ്പാടനാണ് കൂടുതൽ നല്ല വെടിക്കെട്ടുകാരൻ എന്ന് പറഞ്ഞ് ചേലപ്പാടന് കൊടുത്ത ചരിത്രമുള്ള തൃശ്ശൂരാണിത്. അപ്പോൾ ആനകളുടെ കാര്യത്തിൽ ഞങ്ങൾ പിന്നെ സാറ് പറഞ്ഞ കാര്യത്തിൽ ചൂടിന് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. കാലം കൊണ്ട് കുറച്ച് ചൂട് കൂടിയിട്ടുണ്ട്. നമുക്ക് തന്നെ സഹിക്കാൻ വിഷമമുണ്ടല്ലോ. അതുകൊണ്ടാണ് ചിലർ പറഞ്ഞപ്പോൾ നമ്മൾ ഈ നാട്ടാന പരിപാലന നിയമം ഉണ്ടാക്കിയതും ആ നാട്ടാന പരിപാലന നിയമത്തിൽ ഈ ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ ചൂടത്താണ് എഴുന്നള്ളിക്കുന്നതെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ചത്. അത് ചെയ്യാനൊരു പ്രയാസവുമില്ല. നമുക്കുള്ള പോലെയുള്ള വികാരങ്ങളും ഒക്കെ ആനകൾക്കുമുണ്ട്, നമുക്കുള്ള വിഷമങ്ങൾ ആനകൾക്കും ഉണ്ടാകും. അപ്പം അത് കൂടാതിരിക്കാൻ നമ്മളിതൊക്കെ ചെയ്യുന്നു. സന്തോഷപൂർവ്വമാണ് അത് ചെയ്യുന്നത്. ആനപ്പുറത്ത് 3 ആളുകളാണ്, നടുക്കലത്തെ ആനയുടെ 4 പേരുണ്ടാകും. അല്ലാതെ 8 ആനകളെ ഒന്നും നമ്മൾ ആനപ്പുറത്ത് കയറ്റാറില്ല. വളരെ ശ്രദ്ധിച്ചാണ് തൃശ്ശൂർ പൂരത്തിന്റെ ആന എഴുന്നള്ളിപ്പുകൾ നടത്തുന്നത്. പിന്നെ ഇത്രയധികം ആളുകൾ, നികേഷ് എന്ന് ചോദിക്കേണ്ടായി, ഇത്രയധികം ആനകൾ വന്നാൽ അപകടം ഉണ്ടായിക്കൂടെ എന്നല്ല. ഒരാന വന്നാലും അപകടം ഉണ്ടാകാം. പക്ഷേ ആനകളുടെ എണ്ണമല്ല, അതിനെ നിയന്ത്രിക്കുന്ന രീതി, അതിന് നിൽക്കാനുള്ള സൗകര്യം, ഇതൊക്കെ പ്രധാനമാണ്. ഇതാ ഇവിടെ തിരുവമ്പാടിയുടെ ആനകൾ നിറയ്ക്കേണ്ട സ്ഥലം പ്രതലം ചെരിഞ്ഞായിരുന്നു. അത് ഫ്ലാറ്റാക്കി മാറ്റണം എന്നുള്ള നിർദ്ദേശം വന്നപ്പോൾ അത് ഞങ്ങൾ കുറേ കാലമായിട്ട് മണ്ണിട്ട് നികത്തുകയായിരുന്നു. ഇവയെല്ലാം വളരെ ഭംഗിയായിട്ട് ടാറും ടർഫും വെച്ച് അത് തൃശ്ശൂർ പൂരത്തിന് മുമ്പ് അത് ഒരു നല്ല എന്താ പറയുക നിലപാട് തറ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു തറയാക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് ആനകളുടെ സൗകര്യത്തെ മാനിച്ചാണ്. എന്തായാലും തൃശ്ശൂർ പൗരാവലിയുടെ തൃശ്ശൂർക്കാരുടെ പൂരത്തെ സംബന്ധിച്ച വികാരങ്ങൾ പൂർണ്ണമായിട്ടും ഈ ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കാൻ മുന്നോട്ട് വന്ന റിപ്പോർട്ടർ ചാനലിന്റെ ഭാരവാഹികളെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഈ പൂരത്തിനെ തകർക്കുവാൻ ചില കടലാസ് സംഘടനകൾ, കടലാസിൽ മാത്രമേ ഉള്ളൂ, ആ കടലാസ് സംഘടനകളുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും പുറത്തേക്ക് കൊണ്ടുപോകാൻ റിപ്പോർട്ടർ ചാനൽ തയ്യാറാവുമോ എന്നുള്ളൊരു ചോദ്യമാണ് അങ്ങോട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും അത് കൊണ്ടുവന്നാൽ ഇത്തരം സംഭവങ്ങൾക്ക് വലിയൊരു വിരാമം ഇടാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന സംഭവമാണ് ഞാൻ. ഈ വെടിക്കെട്ട് വിഷയത്തിൽ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരാണോ സംസ്ഥാന സർക്കാരാണോ? 2 ദേവസ്വം പ്രസിഡന്റുമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആരാണ് നമ്മളെ കൂടുതൽ സഹായിച്ചിട്ടുള്ള ആൾക്കാരൊന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നവർക്ക് ഒരു തൃപ്തിയാവും. അത് 2 കൂട്ടരും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ സമ്പൂർണ്ണ ചേച്ചിയാണ് നമ്മുടെ നിർമ്മലാ സീതാറാംജിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് തന്നതും നമ്മുടെ ബുദ്ധിമുട്ടുകളെ അവരെ അറിയിക്കുകയും ഈ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള എല്ലാ വെടിക്കോപ്പുകളെയും ഓതറൈസ്ഡ് വെടിക്കെട്ടാക്കാനായിട്ടുള്ള ആദ്യത്തെ ചർച്ച ചേച്ചിയാണ് നമുക്ക് ചെയ്തു തന്നത്. അത് പിന്നെയും അത് ആവാണ്ടിരുന്നപ്പോൾ ഇവരൊറ്റയ്ക്ക് വീണ്ടും പോയി വളരെയധികം സമ്മർദ്ദം അവിടെ ചെരിച്ചതിന് ശേഷമാണ് ഏപ്രിൽ 4-ാം തീയതി അവിടെ നിന്ന് ഏപ്രിൽ 3-ാം തീയതി ഒരു ഓർഡർ കിട്ടിയത്. അതിനുശേഷം സംസ്ഥാന ഗവൺമെൻറ് വേണ്ടി നമ്മുടെ സുനിലേട്ടൻ വളരെയധികം ഓടി നടന്ന് അവിടെ ഒരു മീറ്റിംഗ് ആദ്യം വിളിച്ചു കൂട്ടി തിരുവനന്തപുരത്ത്. ആ മീറ്റിങ്ങിൽ 2 മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഇവിടുത്തെ കളക്ടർ SP എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വിളിച്ചു വരുത്തിയ കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ്സിൻ്റെ കീഴിലുള്ള 3 ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു കൂട്ടി അന്ന് സർക്കാർ ഒരു തീരുമാനമെടുത്തു. ക്യാബിനറ്റ് ആദ്യം തീരുമാനമെടുത്തു, തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് നടത്തണം. അതെങ്ങനെ നടത്താം എന്നുള്ളത് ആ മീറ്റിങ്ങിൽ പറഞ്ഞു. ആ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വ്യവസ്ഥകളും 2 ദേവസ്വങ്ങളും പാലിച്ചു. അതുകൂടാണ്ട് സുനിലേട്ടൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഫയർ ഹൈഡ്രൻസ് അദ്ദേഹത്തിന്റെ താങ്കളുടെ ചോദ്യത്തിന് ഒരു വ്യക്തമായ ഒറ്റ മറുപടി പറയാം. ഈ എക്സ്പ്ലോസീവ് റൂൾസ് ഉണ്ടാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഏതൊക്കെ സാധനങ്ങളാണ് ഉണ്ടാക്കേണ്ടത്, ഏതൊക്കെ പൊട്ടിക്കാം എന്നൊക്കെ പറയേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ്. അതേ സമയത്ത് അതിന്റെ ഡിസ്പ്ലേ നടത്തേണ്ട ചുമതല സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്, അതാത് സ്ഥലത്തെ കളക്ടർമാർക്കാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കും.
വേറെ ഇതിപ്പോ ഈ വർഷത്തേക്ക് മാത്രമല്ലേ അനുമതി തന്നിട്ടുള്ളൂ പൊട്ടിക്കാൻ. അപ്പൊ അങ്ങനെയാവുമ്പോ നമുക്ക് ഈ നിർമ്മല സീതാരാമന്റെ പ്രസ് കോൺഫറൻസ് ഞാൻ കണ്ടു. അതിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഇങ്ങനത്തെ തടസ്സങ്ങൾ വരുമ്പോൾ ലോക്കലായിട്ടുണ്ടാക്കുന്ന വെടിക്കെട്ടിന് അവരെ തൊഴിലില്ലായ്മ ബാധിക്കുന്നുണ്ട്, വെടിക്കെട്ട് പണിക്കാരുടെ. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിക്ക് അമ്പലം പള്ളിയൊക്കെ ഉൾപ്പെടുത്തി വെടിക്കെട്ടിന്റെ ഒരു സഹകരണ സംഘം രൂപീകരിക്കുകയും കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇവിടെ തന്നെ പടക്കം നിർമ്മിച്ച് ഇവിടുത്തെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുകയും ചെയ്തുകൂടെ? അങ്ങനെ ഒരു സാധ്യതയില്ലേ? ഒരു മിനിറ്റ്, ഈ ഓതറൈസേഷൻ ഒരു വർഷത്തേക്ക് എന്നുള്ളത് ശരിയല്ല. കാരണം ഈ നമ്മുടെ പരമ്പരാഗത വെടിക്കോപ്പുകളെ അംഗീകരിക്കുക, അവരതിൽ പറയുന്നുണ്ട് അവരുടെ പ്രസ് കോൺഫറൻസിൽ പരമ്പരാഗത വെടിക്കോപ്പുകൾ ഈ നിലയിൽ അംഗീകരിച്ചു കഴിഞ്ഞു, അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് എന്നതൊക്കെയാണ്. അത് തൃശ്ശൂർ പൂരത്തിന് മാത്രമാണോ എന്നുള്ള ചോദ്യവും അവരുടെ പ്രസ് കോൺഫറൻസിൽ ഡൽഹിയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ കമ്മിറ്റീസ്, എല്ലാവർക്കും. പക്ഷേ ആരൊക്കെ അപ്ലൈ ചെയ്യുന്നു ലൈസൻസിന്, ആരൊക്കെ ഓതറൈസേഷൻ അപ്ലൈ ചെയ്യുന്നു അവർക്കൊക്കെ കൊടുക്കും. പെരുവനം കുട്ടന്മാരുടെ അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യാണ്, ടെലിഫോണിൽ വെയിറ്റ് ചെയ്യാണ്. ശ്രീ പെരുവനം, താങ്കൾ തൃപ്തനാണോ പുതിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ? സർക്കാരിന്റെ തീരുമാനത്തിൽ സംതൃപ്തനാണ്. ആചാരാനുഷ്ഠാനങ്ങളോടെ തൃശ്ശൂർ പൂരം നടത്താൻ സാധിക്കുക എന്നുള്ളത് തീരുമാനം സ്വാഗതമാണ്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പോലെ കേരള സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം ഭാരവാഹികളും ഒത്തൊരുമിച്ച് ഇതിനു വേണ്ടി പരിശ്രമിച്ചതിന് എല്ലാവരെയും നന്ദി രേഖപ്പെടുത്തുന്നു. കേരളം ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുന്ന ദൃശ്യശ്രാവ്യ വിരുന്നാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരമല്ലാതെ മലയാളിക്ക് സമ്മാനിക്കാൻ മറ്റൊന്നില്ല. ഇതിനെ മറക്കരുത്. അധികാരികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ദേവസ്വം ഭാരവാഹികളും ആസ്വാദകരും. അതുമാത്രമാണ്. നമുക്ക് ഒത്തൊരുമിച്ച് 5-ാം തീയതി പൂരത്തിനായി ശ്രമിക്കാം. എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പുറ്റിങ്കൽ വെടിക്കെട്ട് അപകടം നടന്നതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് തൃശ്ശൂർ പൂരം വരുന്നത്. ആ തൃശ്ശൂർ പൂരം അന്ന് ഭരിച്ചിരുന്ന UDF ഗവൺമെൻറ് വളരെ താല്പര്യമെടുത്ത് ആ പൂരത്തിന് മുഖ്യമന്ത്രി ചെയ്തിരുന്നു. പക്ഷേ രണ്ടാമതൊരു പൂരം വന്ന സമയത്ത് ഒരു വെടിക്കെട്ട് പൂരം ഭംഗിയായി നടന്നു. അതിന് ശേഷം വീണ്ടും ഒരു പൂരം വരുന്ന സമയത്ത് എന്താണ് ആ വർഷത്തേക്കാളും കൂടുതലായിട്ട് പ്രത്യേകമായിട്ട് നമ്മുടെ ഈ പൂരത്തിന് ബാധിക്കുന്നത്? 2008 വന്ന നിയമം 2016 വരെ ശ്രദ്ധിക്കപ്പെടാതെയും അത് ഇഫക്റ്റീവ് ആക്കാതെയും കൊണ്ടു നടന്നു. ഈ ഷെൽസ് എന്ന് പറഞ്ഞ വാക്ക് ഇതിൽ നിന്ന് മാറ്റിയതിനെ കുറിച്ച് എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെന്റ് പോലും ചിന്തിച്ചിരുന്നില്ല. അത് പുറ്റിങ്ങൽ അപകടം വന്നപ്പോൾ അതിനെക്കുറിച്ച് അവരിങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ഇനി വെടിക്കെട്ടേ വേണ്ട എന്നുള്ള നിലപാടാണ് എടുത്തത്. ആ സമയത്ത് ഹൈക്കോടതിയിൽ പോയിട്ടാണ് നമുക്ക് തൃശ്ശൂർ പൂരം വെടിക്കെട്ട് നടത്തുന്നതിന് വേണ്ടിയുള്ള അനുമതി കിട്ടിയത്. അതിന് സർക്കാർ കൊടുത്ത ഉറപ്പ് വളരെ വലുതുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പഴയ 2008 നിയമത്തിലെ ഷെൽസ് എന്ന വാക്കില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉദിച്ചത്. ആ പ്രശ്നങ്ങൾക്ക് ഒരു അതിർത്തി വരെ ഇപ്പോൾ നമ്മൾ പരിഹാരം കണ്ടിരിക്കുന്നു. ഇതുപോരാ, പെസോവിന്റെ ലൈസൻസ് വേണം നമ്മുടെ വെടിക്കെട്ടുകാർക്ക് എന്നുള്ള ഒരു നിബന്ധന കൂടി അടുത്ത വർഷത്തേക്ക് വരും. അത് എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പ്രശ്നങ്ങളെല്ലാം തീരും. മാഷ് പറഞ്ഞുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. അതിലൊരൊറ്റ കാര്യം കൂടെ ഉള്ളൂ. ഈ ഷെൽസ് എന്ന് പറയുമ്പോൾ ഏരിയൽ ഷെൽസിനെയാണ് അവർ കൂടുതൽ മോളിൽ പോയി പൊട്ടുന്നതിന് 25 mm, അതായത് 1 ഇഞ്ചിൽ കൂടുതൽ വലുപ്പമുള്ള എന്ത് മോളിൽ പോയി പൊട്ടുന്നോ അതിനെ PISO അപ്രൂവ് ചെയ്യണം. കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ്സ് അപ്രൂവ് ചെയ്യണം എന്നാണ് നിയമം. ആ നിയമം അവർ കർശനമായിട്ട് കൂടെ. ഇത് 2 വർഷമായിട്ട് ഇപ്പൊ ചെയ്യുന്ന പരിപാടി മുൾമുനയിൽ നിർത്തുക തൃശ്ശൂർക്കാരെ. അപ്പോൾ ഇതൊരു സ്ഥിരം സംവിധാനമായിട്ട് നേരത്തെ കൂട്ടി വക അനുമതിയും എല്ലാ കാര്യങ്ങളും നേടാനുള്ള ഒരു സ്ഥിരം സംവിധാനമാണ് 2 ഗവൺമെന്റും ചെയ്തു തരുന്നുണ്ട്. അതിനാണ് തൃശ്ശൂർക്കാർ ഒരു ഇത് ഓർക്കേണ്ടത്. എന്തിനാ മുൾമുന്നിൽ നിൽക്കുന്നത്? ലാസ്റ്റ് ദിവസം വരെയാണ് കഴിഞ്ഞ പ്രാവശ്യം അനുമതി കിട്ടുക. ഇതിപ്പോ ഒരു എത്ര ദിവസം ഇതിന് എത്ര പണി ഇടണമെന്നറിയോ? എത്ര മാസങ്ങൾ മുന്നേ ഇത് തുടങ്ങണമെന്നറിയോ? ഇത് തലേദിവസം തുടങ്ങേണ്ട പരിപാടിയൊന്നുമല്ല, നേരത്തെ കൂട്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. എനിക്ക് മാഡത്തിനോടാണ് ചോദിക്കാനുള്ളത്. മാഡം പറഞ്ഞു അപ്ലൈ ചെയ്ത എല്ലാവർക്കും പെർമിഷൻ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെടിക്കെട്ട് നടക്കുന്ന ഉത്രാളിക്കാവ്, അതുപോലെ തന്നെ നെന്മാറ, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർ അപ്ലിക്കേഷൻ സമർപ്പിച്ചിരുന്നു. പക്ഷെ അവർക്ക് ആർക്കും പെർമിഷൻ കൊടുത്തില്ല. അപ്പൊ മാഡം പറഞ്ഞത് വിരുദ്ധമായിട്ടല്ല സംസാരിച്ചത്. ഏപ്രിൽ 3 ശ്രീമതി നിർമ്മല സീതാരാമൻ ഡൽഹിയിൽ വെച്ച് പത്രസമ്മേളനം നടത്തുമ്പോൾ ഞാനും അടുത്തുണ്ടായിരുന്നു. അന്ന്
കേരള മീഡിയയാണ് കൂടുതലായിട്ട് ക്ഷണിച്ചിരുന്നത്. എല്ലാ പത്രക്കാരെയും ക്ഷണിച്ചിരുന്നു. അവിടെ വെച്ച് ചില പത്രക്കാർ ചോദിച്ചു, ഇത് തൃശ്ശൂർ പൂരത്തിന് വേണ്ടി മാത്രമാണോ മാഡം ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു തൃശ്ശൂർ പൂരം അടുത്തിരിക്കുന്നു, ഒരു മാസമേ കഷ്ടി ഒരു മാസമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരവ് ഇറക്കുന്നത്. പക്ഷേ ദിസ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ഫെസ്റ്റിവൽസ്. ആരൊക്കെ അപ്ലൈ ചെയ്തുവോ അവർക്കൊക്കെ കൊടുക്കും എന്നുള്ള തരത്തിലാണ് അന്ന് അവർ സംസാരിച്ചത്. അവർ പറഞ്ഞതിന് കോട്ട് ചെയ്യുക മാത്രമേ ചെയ്തത്, ഘടകവിരുദ്ധമായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് 3-ാം തീയതി വരെ കാത്തിരുന്നത്. ഞാൻ 4-5 ദിവസം ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു. അവിടെ വീണ്ടും വീണ്ടും കണ്ട് അവർക്കത് ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ് പരമ്പരാഗത വെടിക്കെട്ട് ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് അന്ന് ചെയ്തതിന് മാത്രമേ സ്റ്റേറ്റ് ഗവൺമെന്റ് അത് തൊടാൻ സാധിക്കുള്ളൂ. അത് ആ ഉത്തരവ് ഇറക്കിയത് തന്നെയാണ് വളരെ നിർണായകമായത്. പിന്നെ അന്ന് വെയിറ്റ് ചെയ്തത് 3-ാം തീയതി നമുക്ക് നെന്മാറ വല്ലങ്കി വേലയായിരുന്നു. അപ്പം അന്ന് കടലാസ് കിട്ടിയാൽ പോലും നമ്മളിവിടെ റെഡി ആയിരുന്നു ആ കടലാസം കൊണ്ടുപോയിട്ട് കളക്ടറിന്റെ ഒരു അനുമതിയോടുകൂടി അവിടെ എന്തെങ്കിലും പൊട്ടിക്കാനുള്ള തരത്തിൽ അന്ന് 3-ാം തീയതി ആണ് അവർ ഉത്തരവ് ഇറക്കിയത്. അതിനാണ് വെയിറ്റ് ചെയ്തത്. തൃശ്ശൂർ പൂരത്തിന് വടക്കുന്നാഥൻ മൈതാനത്ത് കുഴിയെടുക്കുന്നത്, വെടിക്കെട്ട് നടത്താൻ കുഴിയെടുക്കുന്നത് വാഴ വെക്കേണ്ടി വരും എന്ന് പറഞ്ഞ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവർക്കൊക്കെയുള്ള ഒരു മറുപടിയാണ് ഇന്ന് വടക്കുന്നാഥൻ നമുക്ക് തന്നിട്ടുള്ളത്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും സമ്പൂർണ്ണേച്ചയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് ഞങ്ങളുടെ പൂരപ്രേമികളുടെ വക. താങ്ക് യു. ഇവിടെ ആനകളുടെ പീഡനം ചിത്രീകരിച്ച് കൊടുത്താൽ പ്രൈസ് കൊടുക്കാൻ വേണ്ടി തന്നെ ഒരു സംഘടന അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് എഴുതാൻ ഒരു പത്രം ഉണ്ടായി എന്നതാണ് സങ്കടം. തൃശ്ശൂരിന്റെ വികാരം അറിയാതെ 1-2 പത്രങ്ങൾ അതുകൂടി എഴുതി ആനകളെ പീഡിപ്പിക്കുന്നത് ചിത്രീകരിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല പടത്തിന് വീഡിയോയിന് 10,000 ഉറുപ്പിക സമ്മാനം. അപ്പോൾ നേരത്തെ ചോദിച്ചല്ലോ എതിരാളികൾ ആരാണ്? എതിരാളികൾ അകത്തുണ്ട് പുറത്തുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ തൃശ്ശൂർ പൂരം വളരെ ഭംഗിയായി നടത്തുന്നതിന് ഇവിടെ കൂടിയിരിക്കുന്നവർ മാത്രമല്ല, പൂരത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. പൂരം നമ്മുടെ അഭിമാനമാണ്. മാത്രമല്ല ഈ ഭൂമുഖത്തെ ഏറ്റവും നയനാഭിരാമമായ കാഴ്ച എന്നാണ് ഒരു ഇന്റർനാഷണൽ ടൂറിസം ഏജൻസി തൃശ്ശൂർ പൂരത്തെ വിലയിരുത്തിയിട്ടുള്ളത്. ആ തൃശ്ശൂരിന്റെ മാനം നമുക്ക് കാക്കണം. ഇതിന് ചെലവഴിക്കുന്ന പണം എത്രയാണെന്ന് സംബന്ധിച്ച് ഒരു കണക്കുണ്ടോ? കണക്ക് തീർച്ചയായിട്ടുണ്ടല്ലോ. എത്രയാണ് അത്? ഒരു വെടിക്കെട്ടിന് എന്ത് ചെലവാകും? അത് ഓരോ ദിവസങ്ങളും 20-30 ലക്ഷമൊക്കെ ചെലവാക്കും. ബാക്കിയുള്ള കാര്യങ്ങൾക്ക്, കുടമാറ്റം അടക്കമുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇത് 1.5 കോടി രൂപയോളം ചെലവ് വരും. എല്ലാം കൂടെ ചേർത്ത്. ആ 1.5 കോടി രൂപയാണോ ആകെ ചെലവ്? ഇതില് ഒരുപാട് വോളണ്ടറി വർക്ക് ഉണ്ട്. അതുകൊണ്ട് അതിനൊന്നും കാശ് കൊടുക്കുന്നില്ല. 1.5 കോടി രൂപയ്ക്ക് തീരും. വളരെ സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. ഈ 1.5 കോടി അങ്ങനെ നമ്മൾ പൊട്ടിച്ചു കളയുന്നതില് 1.5 കോടി പൊട്ടിക്കുന്നില്ലല്ലോ. 1.5 കോടിയില് അതാണ് തെറ്റ്. അവിടെ ഇത്തരം കാര്യങ്ങള് ദയവ് ചെയ്ത് നികേഷ് മീഡിയകൾ വളച്ചൊടിക്കരുത്. ഏയ് ഞങ്ങൾ പറഞ്ഞല്ലോ പരമാവധി 20 ലക്ഷം ഉറുപ്പിയാണ് വെടിക്കെട്ടിന് ഞങ്ങൾ ചെലവാക്കുന്നത്. ഈ പന്തൽ കെട്ടുന്നു, ആനകൾക്ക് ഏക്കം കൊടുക്കുന്നു, ആനക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നു, ആന കോപ്പുകൾ തുന്നി തയ്യാറാക്കുന്നു, എത്ര തൊഴിലാളികൾക്ക് എത്ര തൊഴിലവസരം കൊടുക്കുന്നു എന്ന് കൂടി കണക്കാക്കും. അവ നമുക്ക് കാര്യം ഇത് തീർച്ചയായിട്ടും വലിയൊരു എക്കോണമിയാണ്. ഈ വലിയൊരു എക്കോണമിയാണ്. ഈ 2 മാസം ഇവിടെ നടക്കുന്ന കച്ചവടങ്ങൾ നിങ്ങൾ ഇവിടെ നോക്ക്. പൊരി കച്ചവടം തൊട്ട് കരിമ്പ് ജ്യൂസ് കച്ചവടം തൊട്ട് ഈ വലിയ വലിയ ഹോട്ടൽസിൽ ഈ പൂരത്തിന്റെ ദിവസം മാത്രം 30,000 രൂപയ്ക്കാണ് ഒരു റൂമിന് റെന്റ് മേടിക്കുന്നത്. അതുപോലെ ഹോട്ടൽസ്, ചെറുകിട കച്ചവടക്കാർ, വലിയ കച്ചവടക്കാർ, വലിയൊരു ഇക്കോണമി ഇതിന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇക്കോണമി സെക്രട്ടറി പറഞ്ഞ പോലെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് 6 മാസക്കാലത്തോളം തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയാണ് ഈ ഉത്സവം കേരളത്തിന്റെ. അതൊരു സർക്കാരിന് ഇവിടെ ചെയ്യാൻ സാധിക്കാത്ത മേഖലയാണ്. അത് മനസ്സിലാക്കിയിട്ട് പറയാം. കോടികൾ പൊട്ടിക്കുന്നതല്ല, ജനങ്ങൾക്കാണ് ഉപകാരത്തിൽ വരുന്നത്. ഇരു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരോടാണ് എന്റെ ചോദ്യം. ഈ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് അണിയറയിൽ ഈ വെടിക്കെട്ടിനോടനുബന്ധിച്ച് ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്? അതൊക്കെ പൊട്ടും പറയും. കാണാൻ പോണ പൂരം കണ്ട് പറയരുതെന്ന് സ്വാഭാവികമായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങൾ കുറവാണ് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഈ ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഇതിന്റെ കണ്ടെയ്നേഴ്സ്, കോറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. ആ കോറയൊക്കെ നേരത്തെ തന്നെ തയ്യാറാണ്. പക്ഷേ ഈ മരുന്നുകൾ തയ്യാറാക്കി ഇതിലേക്ക് ഇടണം, അത് തയ്യാറാക്കണം, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാൽ ഇത്രത്തോളം ഉണ്ടാകുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇത് ഞങ്ങൾക്ക് 2 ആഴ്ച മുമ്പ് സാധിച്ചെങ്കിൽ അത് എന്തൊക്കെയാ ചെയ്യാന്ന് പറയാമായിരുന്നു. പക്ഷെ ധൈര്യമായിട്ട് കാണാൻ പോകുന്ന പൂരം കേട്ടറിയണ്ട. ഓരോ പൂരവും അതുവരെ കാണാത്ത പൂരമായിരിക്കും.
ഓരോ പൂരവും അതുവരെ കാണാത്ത പൂരമായിരിക്കും. തീർച്ചയായിട്ടും എല്ലാ കൊല്ലം അതിൻ്റെതായ പ്രത്യേകതകളുണ്ടാവും. ഈ നല്ലത് പറയുമ്പോൾ മാത്രം നിങ്ങൾ കൈയടിക്കുകയും അതുപോലെ ഒപ്പം പറയുകയും ചെയ്താൽ നമുക്ക് എല്ലാ വാദവും വേണ്ട, എല്ലാ വാദവും വേണം. ഇന്ന് ഒരു 6 മണി വരെ ക്ഷയിച്ചിരിക്കുന്ന തൃശ്ശൂരായിരുന്നു കണ്ടിരുന്നത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷയതി ഇതി ത്രഹ എന്നാണ് അർത്ഥം. ക്ഷയിക്കുന്നത് എവിടെയാണോ അവിടെ നിന്ന് ത്രയിക്കുന്നതാണ് ക്ഷേത്രം. ഇന്ന് തൃശ്ശൂർ ത്രയിച്ചിരിക്കുകയാണ്. വെടിക്കെട്ടായാലും ഉത്സവമായാലും എല്ലാവരുടെ മനസ്സിലും സന്തോഷത്തിന്റെ പൂത്തിരിയും എല്ലാം കത്തിക്കൊണ്ട് തുടങ്ങുകയാണ് തൃശ്ശൂർ പൂരത്തിന്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. ഞാനൊരു കൊല്ലക്കാരനാണ്. ഇവിടെ സത്യത്തിൽ തൃശ്ശൂർ പൂരത്തെ കുറിച്ച് കേട്ടറിഞ്ഞ് മാത്രമേ ആ ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഒന്ന് കാണാനും കണ്ടറിയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. തൃശ്ശൂർ പൂരം ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ അറിവ് ശരിയാണെന്ന് ഈ വേദിയിൽ വന്നപ്പോഴാണ്. ഈ ഒരു അവസരത്തിൽ ഈ തൃശ്ശൂർ റൗണ്ടിലേക്കൊന്ന് വന്ന് കറങ്ങി ഇവിടെ ഒന്ന് വന്നപ്പോഴത്തേക്കാണ് ഈ ഒരു വികാരം ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നത്. അതിനാദ്യമായി ഞാൻ നന്ദി പറയുന്നത് റിപ്പോർട്ടർ ചാനലിനോടാണ്. കാരണം ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്, അവിടെ ഉണ്ട്, കൊല്ലം പൂരമുണ്ട്. പക്ഷെ ഇത്രയും മതേതരത്വത്തിന്റെ ഇത്രയും ഉദാത്തമായ വലിയൊരു ഉത്സവം ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ വെടിക്കെട്ടും ഈ ആനയുടെ ഉത്സവവും എല്ലാം ഗംഭീരമായി എല്ലാവർക്കും തൊഴിലവസരം കൊടുത്തുകൊണ്ട് എല്ലാ രീതിയിലും വലിയ രീതിയിൽ തന്നെ വരണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് സത്യമായിട്ട് സന്തോഷമുണ്ട്. ഞങ്ങൾക്കൊരു വലിയ ദുഃഖം നിലനിൽക്കുന്നുണ്ട്. ഞങ്ങളെ പ്രിയപ്പെട്ട ഡേവിസ് ചേട്ടൻ ഈ കൊല്ലം ഞങ്ങളെ കൂടെ ഇല്ല. അദ്ദേഹത്തെ ആത്മാർത്ഥമായി ഓർത്തുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഒരു കാര്യം ഞാൻ ആദ്യമായിട്ട് പറയാം. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂർകാരുടെ പൂരം പിറ്റേ ദിവസമാണ്, പകൽ പൂരത്തിനാണ്. അങ്ങനെയല്ല മാഷെ? തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാവർക്കും വേണ്ടി നടക്കുന്ന ഒരു പൂരമാണ്. ഇതിലിപ്പോ ആന എഴുന്നള്ളിപ്പ് ഒരു പ്രശ്നം, വെടിക്കെട്ട് ഒരു പ്രശ്നം. ഒരു ആന ഇവിടെ ചെരിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെഞ്ചു പറയുന്ന ഒരുപാട് ആൾക്കാർ ഈ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട്. സത്യല്ലേ? ചങ്ക് പറയുന്ന വേദനയാണ് ഞങ്ങൾക്ക്. ഒരു പാപ്പാൻ ഇന്നലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ അവരുടെ വീട്ടിൽ പോയി, കാലത്ത് പോയി അവരുടെ വീട്ടിൽ പോയി അതൊക്കെ കണ്ടിട്ട് ഞാൻ ഇന്ന് വന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്ര വിഷമമുള്ള ആൾക്കാരാണ് നമ്മൾ തൃശ്ശൂർക്കാർ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ആനേനെ പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ വെടിക്കെട്ട്. തൃശ്ശൂർ പൂരത്തിന്റെ 2 ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്, പാറമേക്കാവും തിരുവമ്പാടി. തൃശ്ശൂർക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ 15 ആനയ്ക്ക് വാരി 20 ആനേനെ ഇവിടെ നിരത്താൻ പറ്റും. വെടിക്കെട്ട് ഇതിന് ഗംഭീരമായിട്ട് നടത്താൻ പറ്റും. പക്ഷെ നമ്മൾ നിയമത്തിനനുസരിച്ചിട്ട് ഇന്ന് വരെ പോയിട്ടുള്ളൂ. ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ പോകാൻ ഉദ്ദേശിക്കുന്നു. 2 ദേവസ്വം പ്രസിഡന്റുമാരോടാണ് ചോദിക്കുന്നത്, തൃശ്ശൂർ പൂരം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന സംഘടനകളെ ഏതാണെന്ന് പറയാൻ പറ്റുമോ? അത്തരം പേരുകൾ പറയാതിരിക്കല്ലേ നല്ലത്. സുപ്രീം കോടതിയിൽ തന്നെ വിദേശത്ത് നിന്ന് പണം ലഭിക്കുന്ന 3 സംഘടനകളെ നമുക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. പിന്നെ വെറും ഉപദേശ സ്വഭാവം മാത്രമുള്ള ആനിമൽ വെൽഫെയർ ബോർഡിലെ ചിലര് നമ്മളുടെ പൂരം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇവരൊക്കെ ചില വ്യക്തികളെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് അത്ര പ്രസിദ്ധി കൊടുക്കാനും നമുക്ക് ആഗ്രഹമില്ല. പക്ഷേ അവരുടെ ഇമ്പാച്ചി കൊണ്ടൊന്നും നമ്മൾ പേടിക്കില്ല. തൃശ്ശൂർ പൂരം നടത്തണമെന്ന് തൃശ്ശൂർക്കാരുടെ വികാരമാണ്. അത് നടത്തണം, അത് നടത്തും. സുപ്രീം കോടതിയില് കേസ് നടക്കുകയാണ്. എന്തിനാണ് ആന പൂരത്തിനെന്ന് അതിനവര് തീരുമാനിക്കട്ടെ. അപ്പൊ നമുക്ക് നോക്കാം നമ്മളുടെ വികാരം എന്താണെന്ന്. നമുക്ക് തൃശ്ശൂരിന്റെ വികാരം തന്നെയാണ് തൃശ്ശൂർ പൂരം. പക്ഷേ അക്കാര്യത്തിലൊരു അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നവരെ ആ ആദരവോടുകൂടി തന്നെ നമ്മൾ ഈ ചർച്ചയിൽ ഉൾച്ചേർക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് വ്യത്യസ്ത ചോദ്യങ്ങൾ എന്ന് മാത്രം മനസ്സിലാക്കുക. ശരിയാണ്, തൃശ്ശൂർ പൂരം ഇല്ലാതെ തൃശ്ശൂർക്കാർക്ക് മുന്നോട്ട് പോകാനാകില്ല. അക്കാര്യത്തിൽ ഈ നിമിഷം വരെ മുൾമുനയിൽ തന്നെ നിൽക്കുകയായിരുന്നു തൃശ്ശൂർ ജില്ലയാകെ, തൃശ്ശൂർ പൂരപ്രേമികളാകെ. പക്ഷേ അതിലും ഇപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഉപാധികളോടുകൂടിയാണെങ്കിൽ പോലും വെടിക്കെട്ട് നടത്താനുള്ള എക്സ്പ്ലോസീവ് മന്ത്രാലയത്തിന്റെ അനുമതി വലിയ അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. തൃശ്ശൂർ പൂരം അതുകൊണ്ട് തന്നെ പതിവിനേക്കാൾ ഭംഗിയായി നടക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. തൃശ്ശൂർ പൂരം കഴിഞ്ഞ തവണത്തേതുപോലെ ആയിരിക്കില്ല. ഓരോ തൃശ്ശൂർ പൂരവും തൊട്ടടുത്ത വർഷം അതിൻ്റെ വ്യത്യസ്തതകൾ, അതിൻ്റെ വർണ്ണങ്ങൾ, അതിൻ്റെ ശബ്ദഘോഷങ്ങൾ ഇതെല്ലാം തന്നെയും ഓരോ വർഷവും തൃശ്ശൂർ പൂരിനെ മികവുറ്റതാക്കുന്നു. അതാണ് ഇത്തവണയും നടക്കാൻ പോകുന്നത്. ഇതോടുകൂടി പരിപാടി അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും, ഇതുമായി പങ്കെടുത്ത എല്ലാവർക്കും
നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്